ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു സിറ്റി ആയുർവേദ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന വളരെ സുപരിചിതമായ ഒരു തൈലത്തെ പറ്റിയുള്ള കുറച്ച് അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. കൊട്ടൻ ചുക്കാദി തൈലമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെണ്ണ ഉപയോഗിക്കുമ്പോഴും ഒരു ഡോക്ടറിന് മാത്രമേ നമുക്ക് യോജ്യമായ തൈലമാണോ അതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രോഗാവസ്ഥകളെയും മറ്റ് പലതും തുലനം ചെയ്ത് അതിനെപ്പറ്റി ചിന്തിച്ചാണ് ഒരു വൈദ്യൻ അഥവാ ഒരു ഡോക്ടർ ആ മരുന്ന് നിങ്ങൾക്ക് യോജ്യമാണോ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനാൽ സ്വയം ചികിത്സ ആരും തന്നെ മുതിരരുത്. ഇന്ന് പറയുന്ന ഈ കൊട്ടൻ ചുക്കാദി തൈലം കേരളീയ ആയുർവേദത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകം തന്നെയാണ്. നീരുള്ള അവസ്ഥകളിൽ ഏറ്റവും യോജ്യമായ ഒരു എണ്ണ അല്ലെങ്കിൽ യോജ്യമായ ഏക എണ്ണ എന്ന് തന്നെ വിളിക്കാവുന്ന ഒന്നാണ് കൊട്ടൻ ചുക്കാദി തൈലം. എല്ലാവരും തന്നെ ഈ എണ്ണയെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ എണ്ണയെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ് എന്നൊക്കെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഈ വീഡിയോ ആയുർവേദ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ആയുർവേദത്തെ പറ്റിയുള്ള അറിവുകൾ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ്. ആദ്യം തന്നെ ഈ കൊട്ടൻ ചുക്കാദി തൈലത്തിൻ്റെ യോഗം അഥവാ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്തൊക്കെയാണ്? പേര് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കൊട്ടം എന്ന് പറയുന്നൊരു ചെടിയാണ്. അതുപോലെ തന്നെ ചുക്കും, അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ. പല പ്രധാന ആയുർവേദ മരുന്നുകളും തന്നെ പൗരാണികമായ ചില ആയുർവേദ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കുന്നത്. ഇന്ന് കൊട്ടൻ ചുക്കാദി തൈലം എന്ന് പറയുന്ന ഈ എണ്ണയുടെ ഉത്ഭവം സഹസ്രയോഗം എന്ന വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആയുർവേദ വൈദ്യന്മാരും ഇന്നും ഉപയോഗിക്കുന്ന ഗ്രന്ഥത്തിലാണ് ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ ആ മരുന്നുകളുടെ അളവുകളെ പറ്റിയും അതുപോലെ തന്നെ ഏത് രീതിയിലാണ് അത് നിർമ്മിക്കുന്നതെന്നും അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ യോഗത്തിൽ പറയുന്ന രീതിയിലാണ് ഔഷധി ഇവിടെ ഈ എണ്ണ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇവർ പറയുന്നത് സ്വരസം ചിഞ്ചാപത്രം എന്നാണ്. ചിഞ്ച എന്നാൽ എന്താണെന്നറിയോ? അത് പുളിയിലയാണ്. പുളി എന്ന് പറയുന്നത് വാളൻ പുളിയുടെ മരത്തിൻ്റെ ഇലകളെയാണ് ചിഞ്ചാപത്രം എന്ന് പറയുന്നത്. പത്രം എന്നാൽ സംസ്കൃതത്തിൽ ഇല എന്നാണ് അർത്ഥം. ചിഞ്ചാപത്ര സ്വരസം എന്നാൽ വാളൻ പുളിയുടെ ഇലയുടെ നീര് എന്നാണ് പറയുന്നത്. അതാണ് കൊട്ടൻ ചുക്കാദി തൈലത്തിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഔഷധി ഇവിടെ ചേർക്കുന്നത്. നമുക്കറിയാം, നമ്മളെ പോലെ നീര് വെച്ച പല അവസരങ്ങളിലും വേദനയുള്ള അവസരങ്ങളിലും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചികിത്സകളുടെ എല്ലാം തന്നെ ഭാഗമായ ഒന്നാണ് പുളിയില. പുളിയിലയ്ക്ക് വളരെയധികം നീരിനെ കുറയ്ക്കുവാനും വേദനയെ കൊല്ലുവാനുമുള്ള കഴിവുണ്ട്. ആ പുളിയിലയാണ് കൊട്ടൻ ചുക്കാദി എണ്ണയിലെ ഏറ്റവും പ്രധാന ഘടകം. രണ്ടാമത്തേത് കുഷ്ഠം അഥവാ കൊട്ടം തന്നെയാണ്. അതിനെ സുസീറ ലാപ്പ എന്നാണ് അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. അതിൻ്റെ വേരാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത് ശുണ്ഠി അഥവാ ചുക്ക്, സിൻജിബർ ഒഫിഷ്യനൽ, നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ റൈസോം അഥവാ ചുക്ക് തന്നെ നേരിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വജ അഥവാ വയമ്പാണ്. വയമ്പിന് അക്യൂറസ് കലാമസ് എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. അതിൻ്റെയും ഇഞ്ചിക്ക് സമാനമായിട്ടുള്ള കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ശിഗ്രുത്വക്. ശിഗ്രു എന്നാൽ എന്താണെന്നറിയോ? അത് മുരിങ്ങയാണ്. ശിഗ്രുത്വക് എന്ന് പറയുന്നത് മുരിങ്ങയുടെ തൊലി എന്നാണ് പറയുന്നത്. നമുക്കറിയാം, പുളിയില പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളൊരു ഇലയാണ് മുരിങ്ങയില. ആ മുരിങ്ങ മരം മൊത്തത്തിൽ തന്നെ ആയുർവേദ പ്രകാരം വളരെ വിശിഷ്ടമാണ്. അതിലെ തൊലിയാണ് ഈ എണ്ണ കാച്ചുവാൻ ഉപയോഗിക്കുന്നത്. അടുത്തത് ലശൂനം അഥവാ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്കറിയാം വളരെ വളരെ പ്രധാനപ്പെട്ട, നമ്മളെല്ലാവരും ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അതിവിശിഷ്ടമായൊരു ഔഷധവുമാണ്. പല മരുന്നുകളുടെയും ഒരു സുപ്രധാന ഘടകമായി നമുക്ക് വെളുത്തുള്ളിയെ കാണാം. വെളുത്തുള്ളിക്ക് അലിയം സറ്റൈവം എന്നാണ് പറയുന്നത്. അടുത്തത് ദേവതാരം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ദേവതാരം എന്ന് പറയുന്ന അതിവിശിഷ്ടമായൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ സിട്രസ് ഡിയോഡേറ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഹേർട്ട് വുഡ് അഥവാ കാതൽ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അടുത്തത് കംസമര. കംസമര എന്ന് പറയുന്നത് കാർത്തോട്ടി എന്ന് പറഞ്ഞുള്ളൊരു ആയുർവേദ മരുന്നാണ്. അത് പലർക്കും അറിയില്ല. അത് കേരളത്തിലൊക്കെ സുലഭമായി ലഭിച്ചിരുന്ന ഒരു മരുന്നായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറവാണ്. കാർത്തോട്ടിക്ക് നമ്മൾ ഹ്യൂഗോണിയ മിസ്റ്റാക്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ വേരാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സർഷബ അഥവാ കടുക് ബ്രാസിക്ക ആൽബ എന്ന് പറയുന്ന വെളുത്ത കടുക്, അതിൻ്റെ പേസ്റ്റും ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നീട് രാസ്ന എന്ന് പറയുന്നത് ചിറ്റരത്ത എന്ന് പറയുന്ന ഒരു മരുന്നാണ്. രാസ്ന എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മരുന്നാണ്. നിങ്ങളെല്ലാവരും രാസ്നാദി
ചൂർണം പൊടിയെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയ മിക്ക മരുന്നിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഈ ചിറ്റരത്ത് എന്ന് പറയുന്ന രാസ്ന അഥവാ ആൽപ്പീനിയ കാൽക്കുറേറ്റ. അതും ഒരു ഇഞ്ചി പോലത്തെ ഒരു അതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇതെല്ലാം തന്നെ നമ്മൾ തിലതൈലം എന്ന് പറയുന്നത് എള്ളിൻ്റെ എണ്ണയാണ്. ആ എള്ളെണ്ണയിലാണ് കാച്ചിയെടുത്ത് ഈ മരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ദതി, അവസാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലേ, തൈര്. ഈ എണ്ണയുടെ ഒരു പ്രധാന ഘടകങ്ങളിലൊന്ന് തൈരും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏകദേശം പുളിരസം അഥവാ അമ്ല ഗുണം നമ്മൾ ആയുർവേദത്തിൽ പറയാം. അമ്ലരസമുള്ള കുറേ മരുന്നുകൾ, അവയെല്ലാം തന്നെ വാദശമനമാണ്. അതായത് ശരീരത്തിൻ്റെ നീർക്കെട്ടുകളെയും ആ ഒരു സ്റ്റിഫ്നെസ്സിനെയും എല്ലാം തന്നെ വേദനയെല്ലാം തന്നെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അനേകം മരുന്നുകൾ, ഇവയെല്ലാം തന്നെ പേസ്റ്റ് രൂപത്തിലാക്കിയും ഈ എണ്ണയും തൈരും ഇലകളുടെ നീരും ചേർത്ത് വളരെ വളരെ കഷ്ടപ്പെട്ട് കാച്ചിയെടുക്കുന്ന ഒരു എണ്ണ തന്നെയാണ് കൊട്ടൻ ചുക്കാദി തൈലം. ഇത് വീട്ടിൽ നിർമ്മിക്കുക എന്നത് ശരിക്കും അപ്രായോഗികമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളൊരു മരുന്ന് സ്ഥാപനത്തിൽ നിന്ന് മാത്രമേ ഈ എണ്ണ മേടിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇത് പലർക്കും യോജ്യമാണ് എങ്കിൽ പോലും നിങ്ങളുടെ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒന്നാണ് ആയുർവേദ ചികിത്സ. നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്കത് സ്യൂട്ടബിൾ അല്ലാത്തൊരു മരുന്നാണെങ്കിൽ അവിടെ ഒരു റിസൾട്ട് വരാൻ സാധ്യത കുറവാണ്. അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ തൊട്ടടുത്തുള്ള ആയുർവേദ ഡിസ്പെൻസറിയിലോ ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ആ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അനുയോജ്യമായ എണ്ണ തന്നെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ ശുപാർശ ചെയ്യുന്ന മരുന്നുകളും എണ്ണകളും മറ്റും ഉപയോഗിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സൗഖ്യം, പൂർണ്ണമായൊരു സൗഖ്യം അവിടെ ലഭ്യമാകുകയുള്ളൂ. ഇതെല്ലാം തന്നെ അടുത്ത തവണ ഈ എണ്ണ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ ഉപയോഗപ്രദമായ മറ്റൊരു ഔഷധത്തിൻ്റെ വീഡിയോയുമായി അടുത്തയാഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.